നമസ്കാരം, എഡിറ്റേഴ്സ് ഹോറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ബിജെപിയെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ച UDF കൺവെൻഷൻ. കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ അമിത്ഷായുടെ ശ്രമമെന്ന് AK ആന്റണി. SNDP യോഗത്തിനെതിരെ ആഞ്ഞടിച്ച് VM സുധീരൻ. രാഷ്ട്രീയ ഗുണ്ടായുസത്തിന്റെയും രാഷ്ട്രീയ കച്ചവടത്തിന്റെയും വക്താവായിട്ടുള്ള അമിത്ഷാ, നരേന്ദ്രമോദി ആ കൂട്ടുകെട്ടിൽ ആകൃഷ്ടരായി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ സംഘടിതമായി മുന്നോട്ട് വരുന്നു. SNDPയുമായുള്ള സഖ്യത്തിൽ അവ്യക്തത ബാക്കിവെച്ച് V മുരളീധരൻ. മൂന്നാം ചേരിയെ പിന്തുണച്ച് G മാധവൻ നായർ. കോഴിക്കോട്ട് CPIM JDU ചർച്ച. കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിച്ച അധ്യാപികയ്ക്കെതിരെ ഹിന്ദുത്വ സംഘടനകൾ. കോളേജിൽ നടപടിക്ക് നീക്കം നിലകൊണ്ടത് മതേതരത്വത്തിന് വേണ്ടിയെന്ന അധ്യാപിക ദീപ. കാലടി സർവകലാശാലയിൽ ഫാസിസ്റ്റ് വിരുദ്ധ സെമിനാറിന് വിലക്ക്. ഗോവധ ആരോപണത്തെക്കുറിച്ച് പരാമർശമില്ലാതെ ദാദ്രി കൊലയിൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ റിപ്പോർട്ട്. മൂന്നാർ സമരം തീർത്തില്ലെങ്കിൽ നേതൃത്വം താൻ ഏറ്റെടുക്കുമെന്ന് VS. തൊഴിലാളി സമരം ശക്തം. കൊടും പട്ടിണിയിലായ സമരക്കാർ നിരാശയിൽ. അവശരായ 6 സമരക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ ജാപ്പനീസ് ശാസ്ത്രജ്ഞർക്ക്. പുരസ്കാരം കണിക പരീക്ഷണത്തിലെ നേതൃപരമായ പങ്കിന്. And it will be a long throw by the player drafted in. And the scissor kick doesn't come off, but the volley does! That's the breakthrough goal! ISL രണ്ടാം സീസണിലെ ആദ്യ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തോൽപ്പിച്ചത് 1-നെതിരെ 3 ഗോളുകൾക്ക്. തൃശൂർ കേരളവർമ്മ കോളേജിൽ SFI സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അധ്യാപികയ്ക്കെതിരെ നടപടിക്ക് നീക്കം. ABVPയുടെ പരാതി പ്രകാരം പ്രിൻസിപ്പൽ അന്വേഷണം ആരംഭിച്ചു. അതേസമയം കേരളവർമ്മ കോളേജിന്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു തന്റെ പ്രതികരണമെന്ന് ദീപ നിശാന്ത് പറഞ്ഞു. തൃശൂർ കേരളവർമ്മ കോളേജിൽ SFI സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിച്ച ഫേസ്ബുക്കിൽ പ്രതികരിച്ച മലയാള വിഭാഗത്തിലെ അധ്യാപിക ദീപ നിശാന്തിനെതിരെ നടപടിക്കുള്ള നീക്കമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇവർക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, മാനേജർ രാജലക്ഷ്മി എന്നിവർ അറിയിച്ചു. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പാളിനോട് ചോദിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. കേരളവർമ്മ കോളേജിന്റെ മതേതര സ്വഭാവം നിലനിർത്താൻ വേണ്ടിയാണ് തന്റെ എഴുത്തെന്ന് ദീപ നിശാന്ത് പറഞ്ഞു. താൻ 7 വർഷം പഠിച്ച ക്യാമ്പസാണ് കേരളവർമ്മ. സാമൂഹ്യ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയല്ല തന്റെ പ്രതികരണമെന്നും അധ്യാപിക വ്യക്തമാക്കി. തൃശ്ശൂരിലെ മറ്റ് ക്യാമ്പസുകളിൽ ഒന്നുമില്ലാത്തൊരു മതേതര സ്വഭാവം ക്യാമ്പസിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഇടത്ത് ഞാൻ ഇത്തരം സംഭവത്തില് ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമായിരുന്നു. അത് പല രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടത്. നമ്മളൊരിക്കലും ഒരു സാമ്പത്തിക സംഘർഷത്തിന് വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. ദാദ്രി കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസമാണ് ക്യാമ്പസിൽ SFI ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. തുടർന്ന് ABVP SFI പ്രവർത്തകർ ഏറ്റുമുട്ടുകയും കോളേജ് യൂണിയൻ ഓഫീസിന് തീയിടുകയും ചെയ്തിരുന്നു. ABVPയുടെ പരാതി പ്രകാരമാണ് ദീപ ടീച്ചർക്കെതിരെ പ്രിൻസിപ്പലിന്റെ അന്വേഷണം. ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച 6 പേർക്കെതിരെ മാത്രം നടപടിയെടുത്ത കോളേജ് അധികൃതരുടെ നടപടിക്കെതിരെ SFI സമരരംഗത്താണ്. റിപ്പോർട്ടർ, തൃശൂർ. വിഷയത്തിൽ നമ്മോടൊപ്പം MN കാരശ്ശേരി, KP ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ബിന്ദു, DYFI നേതാവ് PM മനോജ്, ദേശാഭിമാനി ഡെപ്യൂട്ടി എഡിറ്റർ പോൾ തേലക്കാട്, ഭാർഗവറാം ബ്രഹ്മചാരി, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങിയവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിൽ. രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവും. ആദ്യം ശ്രീമതി KP ശശികല ടീച്ചർ, എന്തിനായിരുന്നു തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ SFI സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റിവലിനെ അവിടെ ABVP അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ എതിർത്തത്? വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെങ്ങനെ? ഇവിടെ കേരളവർമ്മ കോളേജ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ കോളേജാണ്. അതിൽ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേരളവർമ്മ കോളേജ് ദേവസ്വം ബോർഡിൻ്റെ കോളേജാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കേരളവർമ്മ കോളേജ് എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏത് കലാലയമായാലും അവയ്ക്കെല്ലാം മിനിമം അവരെന്താണ്, അവരൊരു ലക്ഷ്യമുണ്ട്, എന്താണ് ഒരു കലാലയം കൊണ്ട് എന്നുള്ളത്. ആ ലക്ഷ്യത്തിന് നേരെ വിരുദ്ധമായി, വിപരീതമായാണ് അതിൻ്റെ ആ ക്യാമ്പസിനുള്ളിൽ ഈ ബീഫ് ഫെസ്റ്റ് നടത്തി എന്ന് പറഞ്ഞാൽ സമാജത്തെ വർഗീയമായി ധ്രുവീകരിക്കുക എന്ന CPMന്റെ കുൽസിത നയത്തിന്
അവരുടെ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന ആ സ്ഥിരം രീതി അനുസരിച്ച് അതിന് കുട്ടികളെ കൂടി ഇരയാക്കി എന്നേ ഉള്ളൂ. കലാലയത്തിലൂടെ മതേതരത്വം വളർത്തേണ്ടത് മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടല്ല. കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ പോലും മടിച്ചും മാറിയും നിന്ന ഒരു വിഷയത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തെ ശരിക്കും ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ അവർക്ക് വേറെ എവിടെയും നിൽക്കക്കള്ളിയില്ല എന്ന നിലയിൽ ഈ കേരളത്തെ വർഗീയമായി തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ഏതെങ്കിലും ഫലം കൊയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കേരളവർമ്മ കോളേജ് ഒരു എയ്ഡഡ് കോളേജ്. ഇക്കാര്യത്തിലൊരു അവ്യക്തത തുടരുന്നത് ദേവസ്വം ബോർഡ് കോളേജാണ് കേരളവർമ്മ കോളേജ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചുകൂടാ എന്ന് ആര് പറഞ്ഞു? ഇല്ല, അത് ആ കോളേജിന്റെ മാനുവൽ ഒന്ന് ഓരോ മാധ്യമ പ്രവർത്തകരും അതൊന്ന് വായിച്ചു നോക്കാം. കാരണം അവിടെ ഒരു പൊതുപരിപാടിക്ക് കൊടുക്കുമ്പോൾ പോലും അവിടെ മദ്യമാംസങ്ങൾ ഉപയോഗിക്കരുത് എന്ന് വ്യവസ്ഥയുള്ള ഒരു കോളേജാണത്. അത് പാലിക്കാൻ കുട്ടികൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിന് മാത്രമല്ല ബാധ്യതയുള്ളത്, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആ മാനുവൽ പാലിക്കാനുള്ള മര്യാദ അല്ലെങ്കിൽ അതിനുള്ള ഒരു മിനിമം അത് ചെയ്യേണ്ടതാണ് എന്നൊരു ബോധമെങ്കിലും അവർക്കുണ്ടാകേണ്ടതാണ്. അവർക്കും ബാധകമാണത്. ദയവായി തുടരുക. പ്രൊഫസർ കാരശ്ശേരി, മാഷക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഓരോ കോളേജിനും ഒരു മാനുവൽ ഉണ്ട് എന്നും ഇതൊരു പ്രതീകാത്മകമായ പ്രചരണ പരിപാടിയാണ് ബീഫ് ഫെസ്റ്റിവൽ എന്നുള്ളത്? ദാദ്രിയിൽ ഒരു മധ്യവയസ്കനെ ബീഫ് കഴിച്ചു എന്ന് ആരോപിച്ച് തല്ലിക്കൊല്ലുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു പുരോഗമന സംഘടന, അത് SFI ആണ് ഈ ഘട്ടത്തിൽ ആ നിലയിൽ ബീഫ് നിരോധനത്തിനെതിരെ അല്ലെങ്കിൽ ദാദ്രി സംഭവത്തിനെതിരെ ആകെ തന്നെയും ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. അങ്ങനെ ഒരു പ്രതീകാത്മക പരിപാടി ഇത്തരത്തിലൊരു ദേവസ്വം ബോർഡ് കോളേജാണ്, അവിടെ ഒരു മാനുവൽ ഉണ്ട്, അവിടെ മാംസാഹാരം കടത്താൻ പാടില്ല എന്നൊക്കെ വാദിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല നികേഷ്, ആ ദാദ്രി കൊലപാതകം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് മൊത്തം അവമാനമായിട്ടുള്ളൊരു കാര്യമാണ്. പശുവിറച്ചി കഴിച്ചു എന്ന് ആരോപിച്ചിട്ട് ഒരു മനുഷ്യനെ അയാളുടെ വീട്ടിൽ കയറി ജനക്കൂട്ടം തല്ലിക്കൊല്ലുക, അത് നമ്മുടെ പാരമ്പര്യമാണെന്ന് പറയാം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാർ ശമ്പളം കൊടുക്കുന്ന അധ്യാപകരവരൊക്കെ, ദീപ ടീച്ചർക്ക് ശമ്പളം കൊടുക്കുന്ന കേരള സർക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതിപ്പണം കൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അതുപോലെ ദാദ്രി കൊലപാതകത്തിൽ പ്രതിഷേധിക്കാൻ SFIക്കാർക്ക് അവകാശമില്ല എന്നൊക്കെ പറയുന്നത് കൃത്യമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ്. തീർച്ചയായിട്ടും SFIക്കാരുടെ നിലപാടിൽ പ്രതിഷേധിക്കാൻ ABVPക്ക് അവകാശമുണ്ട്, അതും ജനാധിപത്യമാണ്. അപ്പൊ അവിടെ അക്രമം നടന്നെങ്കിൽ ആര് കാണിച്ചാലും അത് തെറ്റാണ്. ദീപ ടീച്ചർക്ക് അവരുടെ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പേരിൽ അവരുടെ മേലെ നടപടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സമൂഹത്തിനും നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടരുക ദയവായി. ഫാദർ പോൾ തേലക്കാട്ട്, ഒരു പുതിയ ഒരു സാഹചര്യം രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച SFIയുടെ നടപടിക്ക് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റിട്ട അധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്ന് ഒരു വിഭാഗം സംഘടനകളോ അല്ലെങ്കിൽ സംഘപരിവാർ ആകെ തന്നെയോ ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നതാണ്. ഇന്ന് ആഹാരമേ കഴിക്കാൻ പാടുള്ളൂ, ഇന്ന് വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ, ഇന്ന് സംസ്കാരം അവലംബിച്ച് ബാക്കിയുള്ളവരെല്ലാം രണ്ടാം പൗരന്മാരായി നിൽക്കണം എന്ന നിലയിലുള്ള വലിയ തോതിലുള്ള അടിച്ചമർത്തൽ സ്വഭാവം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന ആശങ്ക, ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും അതാണ് ഇവിടുത്തെ മൗലികമായ പ്രശ്നം. ഒരു ആളെ പശുവിറച്ചി കഴിച്ചു എന്നതിൻ്റെ പേര് തല്ലിക്കൊന്നിട്ട് പോലും അതിനെതിരെ പ്രതിഷേധിച്ചാൽ അവരെയൊക്കെ നിശബ്ദമാക്കുന്ന ഒരു ഫാസിസ്റ്റ് നടപടിയുടെ പ്രതീകങ്ങളും അതിൻ്റെ അപകടങ്ങളും അതിൻ്റെ പ്രഖ്യാപനങ്ങളും അതിൻ്റെ നടപടികളുമാണ് കേരളത്തിൽ പോലും നമ്മൾ കാണുന്നതെന്ന് വളരെയേറെ ഭയത്തോടുകൂടി കാണേണ്ട ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ മുഖച്ഛായയാണ് കാണുന്നത്. ജനാധിപത്യമല്ല. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, പ്രതിഷേധത്തിനെതിരെയും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായം പുറത്തു പറയാനും അവകാശമുണ്ട്. ഒരാളെ കൊന്നപ്പോൾ, നിസ്സാരമായ ഒരാളെ കൊന്നത് പശുവിറച്ചിയുടെ പേരിലാണ്. പശുവിനെ കൊന്നാൽ ആളെ കൊല്ലും എന്ന് പറയും.
പറയുകയും ആളെക്കൊന്നതിനെക്കുറിച്ച് പ്രതിഷേധിച്ചാൽ അവരെയും സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും മൗലികമായ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ ഗൗരവമായ പ്രശ്നം. ഇത് വെറും പശുവിൻ്റെ പ്രശ്നമല്ല. പശുവിൻ്റെ പ്രശ്നത്തിലൂടെ മൗലികമായ വ്യക്തികളുടെയും സ്വാതന്ത്ര്യത്തെ ഖനിക്കാനും ജനാധിപത്യത്തെ ഒരു ഏകാധിപത്യമായി മാറ്റാനുമുള്ള പ്രവണതയുടെ വ്യക്തമായ അടയാളങ്ങളാണ് നമ്മൾ കാണുന്നത്. ദയവായി തുടരുക. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരളവർമ്മ കോളേജിലെ സംഭവത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് ആ അധ്യാപികയോടാണ് പരിപൂർണമായി യോജിപ്പ്. കാരണം നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. ഗോവധം ദേശീയ തലത്തിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ പലയിടത്തും നിരോധിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെതായ തീരുമാനമെടുക്കാം. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന UDF ഗവൺമെൻറ്റാണ്. ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന LDF ഗവൺമെൻറ്റാണ്. കേരളം ഭരിച്ച ഒരു ഗവൺമെൻറ്റും ഇന്നുവരെ ഗോവധം നിരോധിച്ചിട്ടില്ല. നിരോധിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായി പ്രതീകാത്മകമായി കേരളവർമ്മ കോളേജിൽ ആരെങ്കിലും ഒരു മാംസോത്സവം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ആർക്കും കുറ്റപ്പെടുത്താനാവില്ല. മാത്രമല്ല, ഈ കേരളവർമ്മ കോളേജിൻ്റെ ചരിത്രമാണ് പലരും പറയുന്നത്. പക്ഷേ ആ ചരിത്രം പറയുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം. ബ്രിട്ടീഷ് ആധിപത്യവും കഴിഞ്ഞു, രാജഭരണവും കഴിഞ്ഞു. തിരുവായ്ക്കെതിർവായില്ലാത്ത കാലമല്ല ഇപ്പോൾ. ഇത് ജനാധിപത്യ കാലമാണ്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഈ ഉത്സവം നടത്താനുള്ള സ്വാതന്ത്ര്യം SFIക്കുണ്ട്. അതിനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ABVPക്കുമുണ്ട്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിംഗ് കൊടുക്കാനുള്ള അവകാശം അധ്യാപികയ്ക്കുമുണ്ട്. ശ്രീ കാരശ്ശേരി പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇന്ന് കേരളത്തിലെ കോളേജുകളിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി കാശുകൊണ്ടാണ് ഈ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ് നിരോധനം ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് സ്വാഭാവികമായി ഇവിടെ കഴിക്കാം. മാത്രമല്ല, ഇപ്പോൾ ABVPക്കാർ ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയല്ലോ. കേരളത്തിലെ ജനങ്ങൾ ആദ്യമായിട്ടാണോ ബീഫ് കഴിക്കുന്നത്? എത്രയോ കാലമായി ബീഫ് കഴിക്കുന്നു. BJP അടുത്ത കാലത്തുണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിനു മുമ്പ് ഹിന്ദു മഹാസഭയില്ലേ, RSS ഇല്ലേ, ജനസംഘമില്ലേ? അവരാരെങ്കിലും ഇന്നുവരെ എന്തുകൊണ്ട് കേരളത്തിൽ ഇതിനെതിരെ രംഗത്ത് വന്നില്ല? അപ്പോൾ അധികാരത്തിന്റെ ധാർഷ്ട്യമാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഞങ്ങളാണെന്നുള്ള ധാർഷ്ട്യം. രണ്ട്, ഇവിടെ SNDPയുടെ കൂടെ കയ്യിൽ കിട്ടി. അപ്പൊ ഇനി എന്തുമാകാമെന്നുള്ളതാണെങ്കിൽ മതേതര ജനാധിപത്യം നിലനിൽക്കുന്ന കേരളത്തിൽ അത് വിലപ്പോവില്ല. ശക്തമായി അതിനെ എതിർക്കണം. കാരണം ഇത്തരം നടപടിക്രമങ്ങൾ ഒരിക്കലും അനുവദിക്കാനാവില്ല. ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കൊച്ചുകുട്ടി പോയി മൂത്രമൊഴിച്ചാൽ അവിടെ ശുദ്ധകലശം നടത്തും. അല്ലെങ്കിൽ അതിന്റെ പരിസരത്തൂടെ ഒരു ശവം കൊണ്ടുപോയാൽ ഉടനെ ശുദ്ധികലശം ആവശ്യമാണ്. പക്ഷെ ക്രൈസ്തവർ അവർ ആരാധിക്കുന്ന ദേവാലയത്തിനകത്ത് കൊണ്ടുപോയിട്ടാണ് ശവത്തോട് പ്രാർത്ഥന നടത്തുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ അവരുടെ പള്ളിയിലാണ് ഖബറടക്കുന്നത്. മാത്രമല്ല പള്ളിക്കകത്ത് മയ്യത്ത് നിസ്കാരം അവർ നടത്തുന്നു. അപ്പോ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ ഒരു ശവം കൊണ്ടു കയറ്റിയാൽ എന്താ സംഭവിക്കുന്നത്? അതാണോ? ഓരോരുത്തർക്കും അവരുടേതായ ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം മതേതരത്വത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് ഈ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ തയ്യാറായാൽ ശ്രീമതി ശശികല ടീച്ചർ അതിനാണ് മറുപടി ലഭിക്കേണ്ടത്. നേരത്തെ ഇവിടെ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞതുപോലെ നികുതി പണം കൊണ്ടാണ് എയ്ഡഡ് കോളേജുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങളിലെയും എല്ലാ ജനങ്ങളെയും പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം മാത്രമേ ഏത് കലാലയത്തിനും സാധ്യമാകൂ. ഇവിടെ ദീപ നിഷാന്ത് എന്ന അധ്യാപിക ചോദിക്കുന്നു, വിദ്യാലയങ്ങളെ ക്ഷേത്രങ്ങളായോ കലാക്ഷേത്രങ്ങൾ ക്ഷേത്രാരാധനയോ പിന്തുടരുന്നില്ല, പിന്നെ എന്തിന് ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണ സ്വാതന്ത്ര്യം നിഷേധിക്കണം? ഇവിടെ എനിക്ക് ആദ്യം പറയാനുള്ളത്, രാഷ്ട്രീയക്കാർക്ക് അവരവർക്ക് പ്രവർത്തിക്കേണ്ട തലം എവിടെയാണ്, അഭിപ്രായം പറയേണ്ട തലം എവിടെയാണ് എന്ന് മിനിമം ഒരു നിയന്ത്രണം നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്ഷേത്രത്തിനകത്ത് ശവം കയറ്റിയാൽ എന്താണ് എന്ന് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാനോ പറയാനോ ഉള്ള ഒരു അധികാരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്നുള്ളത് ഒരു മതവിശ്വാസി, ഒരു മതസംഘടനയുടെ ആളായിട്ടല്ല പറയുന്നത്, ഒരു മതവിശ്വാസിയായി എനിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ ദീപ ടീച്ചറുമായി പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങൾ
ഞാനും അതിനെ അംഗീകരിക്കുന്നു. ഏതർത്ഥത്തിൽ? വളരെ സന്തോഷത്തോടെ. എയ്ഡഡ് സ്കൂളുകൾക്കും എയ്ഡഡ് കോളേജുകൾക്കും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണെങ്കിൽ എയ്ഡഡ് കോളേജുകളുടെയും സ്കൂളുകളുടെയും അധ്യാപകരുടെ എല്ലാ പ്രശ്നങ്ങളും സർക്കാർ ഏറ്റെടുക്കണം. നേരെ മറിച്ച് ഞാനും ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപികയാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തിനൊരു പരിധിയും പരിമിതിയും ഉണ്ട് എന്നുള്ളത് നിയമം കൊണ്ടാണ് ഞങ്ങൾക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ മേൽ ശിക്ഷണ നടപടി എടുക്കാൻ സർക്കാരിന് അധികാരമില്ല, അത് മാനേജ്മെന്റിന് മാത്രമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഉണ്ണിത്താൻ സാറിന് അറിയില്ലെങ്കിലും ഒരു അധ്യാപികയായ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ആ മാനേജ്മെന്റിന്റെ നയങ്ങൾക്കനുസരിച്ച് നിന്നില്ല എങ്കിൽ ഇപ്പൊ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന ഒരു അനീഷ് മാസ്റ്ററുടെ കാര്യം, ഇത് ഒരു അനീഷ് മാസ്റ്ററുടെ മാത്രമല്ല, കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും ഇത് നടക്കുന്നു. അവിടെയൊന്നും ആരും പ്രതികരിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സർക്കാരാണ് ഞങ്ങൾക്ക് ശിക്ഷണ നടപടി എടുക്കേണ്ടത് എന്ന തരത്തിലേക്കൊന്നും ഒരു നിയമനിർമ്മാണത്തെ പറ്റി പോലും ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എരുമേലി ഒരു ഹൈസ്കൂളിൽ, ബഹുമാനപ്പെട്ട ഫാദറിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, എരുമേലി ഒരു ഹൈസ്കൂളിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് റൂമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്ത ഭക്ഷണത്തിൽ പന്നിമാംസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു അധ്യാപകനെ തല്ലിച്ചതച്ച നാടാണിത്. ഇവിടെ ആരും വൈകുന്നേരം ചർച്ച നടത്തിയില്ല, അത് എവിടെയും പത്രങ്ങളിൽ വാർത്ത വന്നില്ല. കാരണം അതിൽ ഹിന്ദുത്വത്തിനെ അടിക്കാനുള്ള ഒരു വടി കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഹിന്ദുത്വത്തെ അടിക്കാൻ അത് ബഹുമുഖമായി അതിലെല്ലാവരും ഉണ്ട്, അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, അതേപോലെ തന്നെ ഈ മതവിഭാഗങ്ങൾക്കും കിട്ടുന്ന ഒരു വടിയാണ്. നാളെ ഉത്തർപ്രദേശിൽ നടന്നത് എന്താണ് എന്ന് സത്യം പുറത്തറിയുമ്പോഴേക്കും ഈ പ്രതികരണങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടാകും. ഇതിൽ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ജാംബുവയിലെ കന്യാസ്ത്രീ മഠം ആക്രമിച്ചതാകാം, അതുമല്ലെങ്കിൽ കൊൽക്കത്തയിലെ കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടതാകാം. പ്രതികരണങ്ങൾ ഗംഭീരമായിരുന്നു. നാളെ സത്യം തിരിച്ചറിയുമ്പോൾ തിരുത്താനാര്? അപ്പോൾ ഇത് കുട്ടികൾക്കിടയിലേക്ക് അങ്ങനെ പറഞ്ഞു പോകാതെ ശശികല ടീച്ചർ, എങ്ങനെയാണ് പ്രതികരണങ്ങൾ കേരളത്തിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആകാതിരിക്കുക, അല്ലെങ്കിൽ ഇത്ര മതിയോ എന്നൊരു ചോദ്യമല്ലേ സാമൂഹ്യ മേഖലയിൽ ഉയർന്നു വരേണ്ടത്? ഇഖ്ലാഖിന്റെ വധം അത് ബീഫ് കഴിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അന്ധവിശ്വാസത്തിനെതിരെ പോരാടിയ നരേന്ദ്ര ധബോൽക്കർ ആ കൊലപാതകം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ആ കൊലപാതകത്തിന് ഉത്തരവാദികളായവർ നിയമത്തിന് മുന്നിൽ വന്നു കഴിഞ്ഞു. ഗോവിന്ദ് പൻസാരെ, ഇങ്ങനെ നിരവധി കൊലപാതകങ്ങൾ വെച്ച് ഈ സമൂഹത്തെ കീറിമുറിക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ സംഘടനകളാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അത് ഗോമാംസം കഴിച്ചതിനാണോ അതോ അത് മറ്റേതെങ്കിലും ഒരു തലം അതിനുണ്ടോ എന്ന് നാളെ അറിയാൻ പോകുന്നുള്ളൂ. അതും മാറ്റിവെക്കാം. പക്ഷെ ഇവിടെ ബീഫ് കഴിക്കുന്നതിനെതിരെ കേരളത്തിൽ ഒരു സംഘടനയും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇത് ഹിന്ദുക്കളെ അടിക്കാൻ വേണ്ടി ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നതിനാണ് പറയുന്നത്. ഈ കേരളത്തിലെ ധാരാളം ആളുകൾ ബീഫ് കഴിക്കുന്നുണ്ട്. കേരളത്തിൽ ധാരാളം മാട്ടിറച്ചി കേന്ദ്രങ്ങളുണ്ട്. ആരും അതിനെതിരെ സമരം നടത്തിയിട്ടില്ല. ഒരു ഹൈന്ദവ സംഘടനയും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ആഘോഷമായി കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടത്തുമ്പോൾ ശശികല ടീച്ചർ പറയുന്നതിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളതായി എനിക്ക് തോന്നുന്നു. പ്രൊഫസർ ബിന്ദു, ഇവിടെ മാനേജ്മെന്റിന്റെ നിയമങ്ങൾ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അവിടെയുള്ള അധ്യാപക അനധ്യാപകർ, അല്ലെങ്കിൽ അവിടെ ആ കോളേജിൽ അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. അത് ശരിയാണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന് എഴുതി രേഖപ്പെടുത്തപ്പെട്ട യാതൊരുവിധ നിയമാവലിയും ഇല്ല. പിന്നെ പറയുന്നു കേൾക്കുന്നതാണോ ഈ പറയുന്നത്? ധാരാളം വിദ്യാർത്ഥികൾ വന്നു പോകുന്ന ഒരു കലാലയമാണ്. അവരുടെ ചോറ്റുപാത്രത്തിൽ പല രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ട്. ഞങ്ങൾ തന്നെ പല സെന്റ് ഓഫ് പാർട്ടികളിലും ഒക്കെ നോൺ വെജ് അവിടെ ഉപയോഗിക്കാറുണ്ട്. അത്തരം യാതൊരു വിലക്കുകളും അവിടെ നിലവിലില്ല. അവിടെ മാംസാഹാരം പാകം ചെയ്യാറില്ല എന്നുള്ളതൊരു ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ ഏത് വിധത്തിലുള്ള ഭക്ഷണവും കഴിക്കാനും ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു വിലക്ക് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയിട്ടില്ല. പാചകം ചെയ്യാറില്ല എന്നൊരു പോയിന്റിലേക്ക് നമ്മൾ ചുരുങ്ങിയാൽ ബിന്ദു, പാചകം ചെയ്യുകയാണ് SFI ചെയ്തത്. അവിടെ മാനേജ്മെന്റിന്റെ അവിടെ ബീഫ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ബീഫ് കൊണ്ടുവന്ന് പാചകം ചെയ്യുകയാണ് ചെയ്തത്. നടപടികളും അവിടെ ഒരു അധ്യാപകരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞതിനാണോ മറുപടി പറഞ്ഞത്? അവിടെ ബീഫ് കൊണ്ടുവന്ന് SFIക്കാർ പാചകം ചെയ്യും. അതിന് നിരോധനമുണ്ടോ? ബീഫ് കൊണ്ടുവന്ന് പാചകം ചെയ്തിരിക്കുന്നു കേരളവർമ്മ കോളേജിൽ. ചില ആരോപണങ്ങള് കേരളവർമ്മ കോളേജില് അത്തരത്തിൽ ആരും ഒരു പാചകം ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തില് അവിടെ കുട്ടികൾ പുറത്തുള്ള ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടുള്ള പ്രതികരണം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതുമായി ബന്ധപ്പെട്ട് അധ്യാപകരാരും തന്നെ അവർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുകയോ മാർഗനിർദ്ദേശം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ട് ഇതിൽ ചില അധ്യാപകരെ കോർണർ ചെയ്തുകൊണ്ട് ബിന്ദു, എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ്. അവിടെ പുറമേ നിന്ന് മാംസാഹാരം കൊണ്ടുവരാൻ പാടില്ല എന്ന ഒരു നിബന്ധനയുണ്ട് എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്.
അവിടെ ബീഫ് കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ ബീഫ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് പാചകം ചെയ്യാൻ പാടില്ല എന്ന ആ കോളേജിനൊരു നിയമമുണ്ടോ? ആ നിയമം അവിടെ SFI ബീഫ് ഫെസ്റ്റിവലിന്റെ പേരിൽ നിഷേധിച്ചിട്ടുണ്ടോ? അങ്ങനെ യാതൊരു നിയമവും അവിടെ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ഒരു നിയമമില്ല. അവിടെ അത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളും കുട്ടികൾക്കോ അധ്യാപകർക്കോ ഇന്ന് വരെ ആരും കൊടുത്തതായിട്ടും നമുക്കറിയാൻ കഴിയില്ല. മാനേജ്മെന്റ് ആ രീതിയിലുള്ള യാതൊരു വക രേഖകളിലും അത് പറഞ്ഞിട്ടില്ല. അവിടെ കുട്ടികൾ പല വിഭാഗം കുട്ടികളും പല മതത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ആഹാരശീലങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ വരുന്നത്. അതൊന്നും തന്നെ അവിടെ ഒരു വിഷയമായിരുന്നില്ല. ഇതിനൊരു വിഷയമാക്കി കൊണ്ടുവരുന്നിടത്താണ് വർഗീയവാദത്തിന്റെ തരത്തിലുള്ള നിലപാടുകൾ പൊങ്ങി വരുന്നത്. അത് വലിയ വിഷയമാക്കി മാറ്റിക്കൊണ്ട് ഏറ്റവും വികൃതമായ രീതിയിൽ ആ കോളേജിന്റെ അവിടെ സാധാരണ വിദ്യാർത്ഥികളുടെ ചോറ്റുപാത്രത്തിൽ എന്താണ് ഉള്ളത് എന്ന് ആരും പരിശോധിച്ചിട്ടില്ല ഇന്നേ വരെ. ആ തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് രാജഭരണകാലത്ത് എന്തോ ഒരു കാര്യം പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴും അവിടെ പ്രതീകാത്മകമായ ഒരു സമരം നടത്താൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു സമരം നടത്തിയാൽ അവിടെ ABVP കാട്ടാളത്തം നടക്കുമെന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാനാകില്ലല്ലോ ടീച്ചർ. ഇപ്പോൾ ഒരു ദുപ്പട്ട മുഖത്തുനിന്ന് മാറി ഇതിനൊരു പിഞ്ചുകുട്ടിയെ നിലത്തടിച്ചു കൊന്നു. ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ ആധിപത്യത്തിലുള്ള ഒരു കോളേജിൽ SFI അവിടുത്തെ കുട്ടികളുടെ പർദ്ദ മാറ്റിക്കൊണ്ടോ ദുപ്പട്ട മാറ്റിക്കൊണ്ടോ ഒരു സമരം നടത്തുമോ? എല്ലാ തിന്മകൾക്കും എതിരെ പ്രതികരിക്കണ്ടേ? ഇവിടെ ആരുടെയും ചോറ്റുപാത്രം അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഒരു അച്ഛൻ മകൾ, ഒരു മനോവിഭ്രാന്തിയുള്ള ഒരു പിതാവ് മകളെയാണ് ദുപ്പട്ട ധരിക്കാത്തതിനാൽ അടിച്ചു കൊന്നതായി നമ്മുടെ മുന്നിൽ വാർത്തയുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദാദ്രയിൽ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് കേൾക്കൂ. ദാദ്രയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഒരാൾ ബീഫ് കഴിച്ചു എന്ന ആക്ഷേപം അവിടെയുള്ള അമ്പലത്തിൽ നിന്ന് അനൗൺസ്മെന്റായി വരികയും 10-200 ഹിന്ദുക്കൾ ചേർന്ന് ഒരാളെ ആക്രമിച്ച് കൊല്ലുകയുമാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു സാമൂഹ്യമായ ഒരു കടന്നുകയറ്റം, മറ്റൊരാളുടെ ആചാരങ്ങൾക്ക് ജീവിത രീതിക്കെതിരെയുള്ള ഒരു സാമൂഹ്യമായ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. അല്ല, ജീവിത രീതി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതായത് കാരണം ഒരു സമൂഹത്തിന്റെ ആചാരങ്ങളും മര്യാദകളും നിയമങ്ങളും അത് ജീവിത രീതിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മാനിറച്ചി തിന്നാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് കാട്ടിൽ പോയി മാനിറച്ചി കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റില്ല. എൻ്റെ ഭക്ഷണശീലമാണ്. അതിനെതിരെ സർക്കാരിന്റെ നിയമത്തിനെതിരെ എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല. കാരണം വന്യമൃഗങ്ങളെ വധിക്കരുത് എന്നുള്ളതൊരു നിയമമാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിട്ട് ഒരു നിയമം നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പശുവാണ്, അത് ഹിന്ദുവിനെതിരെയാണ്. പ്രൊഫസർ എം എൻ കാരശ്ശേരി, ഇവിടെ ഉത്തർപ്രദേശ് സർക്കാർ ബീഫ് നിരോധിച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് ഉത്തർപ്രദേശ് സർക്കാർ കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ പറയുന്നത് പ്രോഹിബിറ്റഡ് മാംസം കഴിച്ചു എന്നതിൻ്റെ പേരിലാണ് ദാദ്രിയിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നാണ്. ആ സംസ്ഥാനം ബീഫ് നിരോധിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ മാനിറച്ചി കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിക്കാനാവില്ല, നിയമപരമായി അത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ആ തരത്തിലുള്ളൊരു ക്രൈം നടന്നതായി ശശികല ടീച്ചർ വാദിക്കുന്നു. ആദ്യം ശശികല ടീച്ചറോട് പറയാനുള്ളത്, മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഈ തരത്തിൽ എന്ത് അന്യായം കണ്ടാലും ആരും മിണ്ടുകയില്ല എന്ന് അവർ സാമാന്യവൽക്കരിച്ച് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്നെ കൊണ്ടാവും പോലെ അതിനെ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ പർദ്ദ ധരിക്കാത്തതിന് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവും പോലെ നമ്മൾ എതിർക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് അതിങ്ങനെ സാമാന്യവൽക്കരിച്ച് പറയാൻ പാടില്ല. പിന്നെ മാനിറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു നിയമമല്ല ഗോവധ നിരോധനം എന്ന് പറയുന്നത്. മാൻ എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിക്കേണ്ട വന്യമൃഗങ്ങളിൽ വംശനാശം നേരിടുന്ന വന്യമൃഗങ്ങളിലൊന്നാണ് മാൻ. അപ്പോൾ അതും ഇതും കൂടി ഒന്നിച്ച് പറയാൻ പാടില്ല. UP-യിൽ അങ്ങനെ ഒരു നിയമമുണ്ട് എന്നത് ശരിയാണ്. ആ നിയമം തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായൊരു നിയമമാണ് എന്നാണ് എൻ്റെ വിചാരം. പശുവിറച്ചി കഴിക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്നാണ് ഞാൻ പറയുക. കാരണം ഞാൻ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് ഗവൺമെൻറ് പറയുന്നത് തീർച്ചയായിട്ടും ഫാസിസമാണ്. അവിടെ UP-യിൽ ഭരിക്കുന്ന അഖിലേഷ് യാദവിന് ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് പറഞ്ഞൊരു മറുപടി അയച്ചാൽ ആ നിയമം, ഇനി വേറൊരു കാര്യം, നിയമം ലംഘിച്ചാൽ ജനക്കൂട്ടം വന്നിട്ട് ആളെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്ന നിയമമാണോ? അതെവിടുത്തെ നിയമമാണ്? അതെവിടുത്തെ സംസ്കാരമാണ്? പശുവിറച്ചി കഴിക്കുന്നത് നിയമവിരുദ്ധമാണ് എങ്കിൽ സാധാരണ ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ നിയമവിരുദ്ധമായി ദാദ്രിയിലെ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ആൾ
നിയമം ലംഘിച്ചു എന്ന് ആളുകൾ പോലീസിൽ പരാതി കൊടുക്കണം. പോലീസ് വന്ന് അന്വേഷിക്കട്ടെ, കോടതിയിൽ വരട്ടെ. നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അതാ. അല്ലാതെ ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു നിയമമുണ്ട്, ബ്ലാസ്ഫമി, അതായത് ദൈവനിന്ദ നിരോധന നിയമം. ദൈവത്തെ നിന്ദിച്ചു എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവിടെ ഹിന്ദുക്കളെ തല്ലിക്കൊന്നിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ തല്ലിക്കൊന്നിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തെ തന്നെ കൊന്നിട്ടുണ്ട്, ഇപ്പോഴും കൊല്ലുന്നുണ്ട്. അവിടെ നിയമമുണ്ട്. 73 തൊട്ട് അവിടെ നിയമമുണ്ട്. അഹമ്മദികൾ അമുസ്ലിം ന്യൂനപക്ഷമാണ്. ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഒരു മതരാഷ്ട്രത്തിലേക്ക് പോവാണ് നമ്മൾ. മതരാഷ്ട്രം എന്ന് പറയുന്നത് ജനാധിപത്യമില്ലാത്ത ഫാസിസം മാത്രമുള്ള ഒരേർപ്പാടാണ്. പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ്, ഇസ്രായേൽ യഹൂദ രാഷ്ട്രമാണ്. അവിടെ മറ്റുള്ളവർക്ക് പൗരാവകാശങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോൾ പതുക്കെ പതുക്കെ ബി ജെ പിയെ പേടിച്ചിട്ട് ഹിന്ദുത്വത്തെ പ്രീണിപ്പിക്കേണ്ട തരത്തിലുള്ള മറ്റു പാർട്ടികളുമൊക്കെ ഈ തരത്തിലുള്ള ഫാസിസ്റ്റ് രീതികളെ അനുകൂലിക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ കാണുന്നതെന്ന് വിചാരിച്ചാൽ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ലോക്കൽ ബോഡീസിലേക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ തൽക്കാലം BJP-ക്കാർ, സംഘപരിവാർ ശക്തികൾ അവരുടെ അയോധ്യ രാമജന്മഭൂമി കാർഡ് താഴ്ത്തി വെച്ചു. അവരിപ്പോൾ അതിനേക്കാൾ എളുപ്പമുള്ള ഒരു കാർഡാണ് എന്ത്, ഗോമാംസം എന്ന് പറയുന്നത്. ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഇതിന് സംസ്കാരമെന്നോ മതമെന്നോ വിശ്വാസമെന്നോ ഒന്നും ഒരിക്കലും പറയില്ല. കാരണം മാംസാഹാരം എന്ന് പറയുന്നതിന് എന്തോ മോശമായ കാര്യമാണ്, മത്സ്യാഹാരം മോശമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭക്ഷണക്ഷാമം ഉണ്ടാവും. ഹിന്ദുക്കളുടെ ഇടയിൽ എത്ര ചുരുക്കം ആളുകൾക്ക് മാത്രമേ സസ്യാഹാരമുള്ളൂ. അടിയാള വിഭാഗക്കാർ, താണജാതിക്കാർ എന്ന് വിളിക്കപ്പെട്ട കൂട്ടർക്ക് മുഴുവൻ ഇപ്പം മീൻ പിടിക്കുന്ന ആളുകൾക്ക് വെജിറ്റേറിയൻ ആകാൻ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ എത്രയുണ്ട്. അതുപോലെ ബീഫിനെ പറ്റി തന്നെ ഇതൊക്കെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഹിന്ദു പാരമ്പര്യത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ പഠിച്ച ഒരാളും അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവുമായിരുന്ന ആളാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം സസ്യാഹാരി ആയിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. മാംസം കഴിക്കണം എന്ന് നമ്മളെ ഉപദേശിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 1893 ചിക്കാഗോ പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം ഹോട്ടലിൽ ചെന്നപ്പോൾ ബീഫാണ് കഴിച്ചത് എന്ന് ഞാൻ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് എത്രമാത്രം നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ സംസ്കാരത്തെ ഇത് പിന്നോട്ട് വലിക്കുന്നതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മുഹമ്മദ് ഗസ്നിയാണ് സിന്ധിൽ ആക്രമണം നടത്തുന്നത്. ക്രിസ്തുവർഷം 1001 ഓർക്കാൻ എളുപ്പമുള്ള കൊല്ല. അദ്ദേഹം ചെയ്തത് 17 വട്ടം ഈ രാജ്യം ആക്രമിച്ച ആളാണ് മുഹമ്മദ് ഗസ്നി. ആദ്യത്തെ അക്രമത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയത് ചാരന്മാർ മുഖാന്തരം പശുക്കളെ ഇവിടുത്തെ ഹിന്ദുക്കൾ ആക്രമിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം സൈന്യത്തിന് മുമ്പിൽ എത്രയോ നിരയായിട്ട് പശുക്കളെ നിർത്തിയിരുന്നു. അങ്ങനെ ഒരു അന്ധവിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ് മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന പട്ടാളക്കാരന് നമ്മുടെ രാജ്യം കൊള്ള ചെയ്യാൻ സാധിച്ചത്. ഈ തരത്തിൽ പ്രായോഗികമായി കാര്യങ്ങൾ ആലോചിക്കുക. നമ്മൾ പിന്നാക്കം പോവല്ല വേണ്ടത്, നമ്മൾ മുന്നോട്ട് പോവാണ് വേണ്ടത്. ഇതൊക്കെ വികാരമുണ്ടാക്കി ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വോട്ട് നേടി ഏത് പ്രാകൃതമായ യുഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആലോചിക്കണം. പശുവിറച്ചി കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാം, നിങ്ങൾക്കതിന് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു ടീച്ചർക്കെതിരായിട്ട്, ഒരു ഗുരുനാഥയ്ക്കെതിരായിട്ട്, അധ്യാപികയ്ക്കെതിരായിട്ടാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പാരമ്പര്യത്തെ പറ്റിയാണ് ഈ പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് ഈശ്വരനാണ് എന്നാണ് ഇവിടുത്തെ പാരമ്പര്യം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുരുവിനെ നിന്ദിക്കുക എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലിൽ തല്ലുണ്ടാക്കുക, ABVP-ക്കാർ SFI-ക്കാർ തമ്മിൽ കയ്യാങ്കളി നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സംസ്കാരത്തിനും ജനാധിപത്യത്തിനും വിരുദ്ധമായൊരു കാര്യമാണ്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അഹിംസയാണ്, സമാധാനമാണ്. അങ്ങനെയാണ് പറഞ്ഞത്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഭാർഗവരാം, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഭാർഗവരാം, നേരത്തെ ഇവിടെ കാരശ്ശേരി ഭാഷ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമവിധേയമല്ലാത്ത കാര്യം ചെയ്താൽ ഒരാളെ തല്ലിക്കൊല്ലാൻ ആർക്കും അവകാശമില്ല, അതിന് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രം IS മാതൃകയിലേക്ക് പോവുകയാണോ എന്ന ചോദ്യം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. സാധ്വി പ്രാച്യെ പോലുള്ള സംഘപരിവാറിൻ്റെ ഭാഗമായ ഇന്ന് BJP ടിക്കറ്റിൽ വിജയിച്ച ഒരു പാർലമെൻറ്റ് അംഗം പറയുന്നത് ദാദ്രിയിൽ സംഭവിച്ചത് ശരിയാണ്, ഗോമാംസം കഴിച്ചാൽ ഇതേ വിധി തന്നെയായിരിക്കും ഇനി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉണ്ടാവുക എന്ന്.
ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യമെമ്പാടും ഇപ്പോൾ 29 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 24 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ആകമാനം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണോ? സാധ്വി പ്രാചി പറഞ്ഞ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തൽക്കാലം ഞാനില്ല. ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാം ലിഖിതമായിട്ട് എഴുതപ്പെട്ടാലും മാത്രമേ അത് നടപ്പിലാകൂ എന്നാണ് എങ്കിൽ അധ്യാപകരെയൊക്കെ ശിഷ്യന്മാർ ബഹുമാനിക്കാതെ വരും. അതൊന്നും ഏത് ഭരണ സംവിധാനത്തിലും എഴുതപ്പെട്ടിട്ടില്ല. രണ്ടാമത്, വിശ്വ ഹിന്ദു പരിഷത്ത് ഗോസംരക്ഷണം ആവശ്യപ്പെടുന്നത് വ്യത്യസ്ത മാനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ ഗോസംരക്ഷണത്തിൻ്റെ മാനങ്ങളെക്കുറിച്ച് പലവട്ടം ഇവിടെ ചർച്ച ചെയ്തതുമാണ്. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ സംഭവിച്ച വിഷയത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സംസാരിച്ച ശ്രീമതി ബിന്ദു ടീച്ചർ, ഈ ബിന്ദു ടീച്ചർ പറഞ്ഞതിനെക്കുറിച്ചും കാരശ്ശേരി മാഷ് പറഞ്ഞതിനെക്കുറിച്ചും അല്പം എനിക്കൊന്ന് പറയാനുള്ള സാവകാശം തരണമെന്നാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ബിന്ദു ടീച്ചർ ആരാണ്? സഖാവ് വിജയരാഘവന്റെ പ്രിയപത്നിയാണ് ബിന്ദു ടീച്ചർ. ഈ ബിന്ദു ടീച്ചർ അടക്കമുള്ള ആളുകൾ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. കേരളത്തിന്റെ ഇപ്പോൾ അടുത്തു വരുന്ന ഇലക്ഷന്റെ ഗെയിമിന്റെ മോഡ് മാറ്റുന്നതിനാവശ്യമായിരിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ചെയ്ത തട്ടിക്കൂട്ടിയ കലാപരിപാടിയാണ് ഈ ഗോമാംസ വിതരണം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഇപ്പോഴത്തെ സമകാലീന സാഹചര്യം പരിശോധിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും ദുർഘടം പിടിച്ച കാലഘട്ടമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ശരീരത്തിൽ ആണിയടിച്ച് തൊട്ട് ദുർഘടം പിടിച്ചൊരു കാലഘട്ടമാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർ എന്നോ നടത്തിയ ഗോമാംസ വിതരണം വിജയിച്ചു എന്ന് അവർ തന്നെ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഇങ്ങനെ ഒരു ഗോമാംസ വിതരണം നടത്തിയത്. അതിന് കൂട്ടുപിടിച്ചതാകട്ടെ ദാദ്രിയിൽ ഒരു മുസ്ലിം സഹോദരൻ കൊല്ലപ്പെട്ടു. അത് ഗോമാംസം കഴിച്ചതിന്റെ പേരിലാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ട കള്ളക്കഥയുടെ പേരിൽ, ഗോമാംസം കഴിച്ചതിന്റെ പേരിലല്ല ജനക്കൂട്ടം അദ്ദേഹത്തെ കൊന്നത് എന്നുള്ളത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. അവിടെ കൊല്ലപ്പെട്ടത് ഗോവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി അതിൽ രോഷാകുലായിട്ട് ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ വീട് ആക്രമിച്ചു. അദ്ദേഹം അതിനെ മാംസമാക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തപ്പെട്ടു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ആക്രമിക്കപ്പെട്ടത്. പക്ഷേ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഹിന്ദുത്വ സംഘടനകളുടെ മേലെ വരുന്നത്? ഗോമാംസ നിരോധനം ആവശ്യപ്പെടുന്ന സംഘടനകളുടെ മേലെ താങ്കളോട് ഞാൻ ചോദിച്ചത്, സാധ്വി പ്രാചി പറഞ്ഞത് ഈ നിലയിലുള്ള ഒരു അക്രമം, അതായത് ഗോമാംസം കഴിക്കുക എന്ന തരത്തിലുള്ള ഒരു അക്രമം കാണിച്ചാൽ ഇതേ വിധി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന്. നമ്മൾ കേരളത്തിൽ ഇരുന്നൊരു ഭാർഗവറാം പറയുകയാണ് അവിടെ ഗോയിനെ മോഷ്ടിച്ചു. ഇതൊന്നും ഈ പറയുന്ന സാധ്വി പ്രാചിയെ പോലെ അവിടെ ജീവിക്കുന്നവരിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളല്ല. അവിടെ ജീവിക്കുന്നവരിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ഗോമാംസം കഴിച്ചതിനാണ് ഇയാളെ തല്ലിക്കൊന്നത്, ഇനി ഗോമാംസം കഴിക്കുന്നവരെ ഇനിയും തല്ലിക്കൊല്ലുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് വ്യത്യസ്ത വാദങ്ങൾ ഉയർത്തുമ്പോൾ അത്രയും സമയം പോയി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ദയവായി തുടരുക. ഇവിടെ ശ്രീ എം എ ബേബി, ഇത് CPM തൊടുന്നിടത്തെല്ലാം അബദ്ധങ്ങളാണ്, മറ്റൊരു വിഷയത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ് എന്ന നിലയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമുണ്ട്, ഇത് ഹിന്ദുക്കൾക്ക് അപ്രിയമുള്ള കാര്യമാണ്, ഗോമാംസം ഭക്ഷിക്കുക, അതിൻ്റെ വിപണനം വലിയ തോതിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ. നാളെ മുസ്ലിങ്ങൾക്ക് അപ്രിയമായ പന്നിമാംസം സമാനമായ വിധത്തിലൊരു പോർക്ക് ഫെസ്റ്റിവൽ വെച്ച് നടത്തുമോ എന്നുള്ളതൊരു സ്വാഭാവിക ചോദ്യമായി ഏത് ചർച്ചയ്ക്കിടയിലും ഉയരാറുണ്ട്. നിങ്ങൾക്ക് ന്യൂനപക്ഷ പ്രീണനമാണ് എപ്പോഴും ആവശ്യം. ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളോ അവരുടെ വികാരമോ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല വോട്ടിന് വേണ്ടി. യഥാർത്ഥത്തിൽ ഇപ്പോ തൃശ്ശൂരിലെ ശ്രീ കേരളവർമ്മ കോളേജിൽ നടന്നതായി അറിയുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ CPIM, SFIയും DYFIയും പോലുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇവയൊന്നും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വഴിവിട്ട് ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും മതവിശ്വാസത്തെ മുറിപ്പെടുത്താനും വ്രണപ്പെടുത്താനും ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ മതത്തിന്റെ പേരിൽ നമ്മുടെ ഭക്ഷണശീലത്തിൽ നിരോധനം ഏർപ്പെടുത്താൻ ഒരുമ്പെടുകയാണെങ്കിൽ അത് ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പശു ഞങ്ങളുടെ മാതാവാണ്, അതിനെ ഞങ്ങൾ പൂജിക്കുകയാണ്, അതുകൊണ്ട് പശു ഇറച്ചി, ഗോമാംസം ഇതൊന്നും ഭക്ഷിക്കാൻ പാടില്ല
ഗോവധ നിരോധനം ഏർപ്പെടുത്തണം എന്നെല്ലാമുള്ള വാദം വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചതുപോലെ സ്വാമി വിവേകാനന്ദൻ ഈ ഗോവധ നിരോധനത്തിന്റെ നിരർത്ഥകത വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ മുസ്ലിം വിഭാഗത്തിലോ ക്രിസ്ത്യൻ വിഭാഗത്തിലോ പെട്ടവർ മാത്രമല്ല തങ്ങളുടെ പോഷകാഹാരത്തിന്റെ ഒരു പ്രധാന ഭാഗം എന്ന അർത്ഥത്തിൽ ദളിത് വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരുമായ വലിയ വിഭാഗം ഗോമാംസത്തെ ആശ്രയിച്ചിട്ടാണ് തങ്ങളുടെ പോഷകാഹാര ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ പ്രശസ്ത എഴുത്തുകാരനായ ദേവദത്ത് പട്നായിക്ക് ഹോളി കൗ അൺഹോളി വയലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന പങ്ക്തിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം ആ ലേഖനം ഒന്ന് വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷക്കാരനൊന്നുമല്ല ഈ ദേവദത്ത് പട്നായിക്ക്. ഇന്ത്യൻ പുരാണങ്ങളെ കുറിച്ച് ദീർഘമായിട്ട് എഴുതിയിട്ടുള്ള ആളാണ്. ഇന്ന് ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലെ നടക്കുന്ന കയ്യേറ്റം നമുക്കറിയാം. കൽബുർഗിയെ വെടിവെച്ചു കൊന്നു, അതിനു മുമ്പ് മോഹൻ ബൻസാരയെ വെടിവെച്ചു കൊന്നു, അതിനു മുമ്പ് നരേന്ദ്ര ദാബോൽക്കറെ വെടിവെച്ചു കൊന്നു. പ്രൊഫസർ MM ബഷീറിനെതിരായിട്ട് ഭീഷണി ഉയരുന്നു. അദ്ദേഹം അധ്യാത്മ രാമായണത്തെ കുറിച്ച് ലേഖനം എഴുതിയതിന്റെ പേരിൽ പെരുമാൾ മുരുകനെ എഴുത്തു നിർത്തേണ്ടി വന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ദാദ്രിയിൽ ഒരു കെട്ടുകഥയുണ്ടാക്കിയിട്ടാണ് മുഹമ്മദ് അൽഖക്കിനെതിരായിട്ട് ആക്രമണം നടത്തി അദ്ദേഹത്തിന്റെ തലയടിച്ചു തകർത്തത്. നെഹ്റുവിന്റെ കൂട്ടിച്ചേർക്കാൻ ഒന്നുണ്ട് ശ്രീ എം എ ബേബി. നെഹ്റുവിന്റെ നീസായ നയൻതാര സഹൽ അവർ 86 തനിക്ക് കിട്ടിയ സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ കൊടുത്തിരിക്കുന്നു. ശ്രീ PM മനോജ്, രാജ്യത്തൊരു പ്രത്യേക സാഹചര്യം, അത് ഒരു അൺമേക്കിംഗ് ഓഫ് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ മതാധിഷ്ഠിത രാഷ്ട്രത്തിലേക്കുള്ള പോക്കോ ആയൊക്കെ തന്നെയും പലരും ഇപ്പോൾ സംശയിക്കുന്നു. നേരത്തെ ശ്രീ എം എ ബേബി ചൂണ്ടിക്കാണിച്ച കൽബുർഗിയുടെ കാര്യമായാലും നരേന്ദ്ര ദബോൽക്കറിൻ്റെ കാര്യമായാലും പൻസാരയുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഇഖ്ലാഖിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഒരു പ്രത്യേകമായ ഒരു പ്രതികരണം ഈ രാജ്യത്ത് നിന്ന് കൃത്യമായി ഉയർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ ജനാധിപത്യവും സഹിഷ്ണുതയും ഈ രാജ്യത്ത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ശരിയാണ്. അത്തരമൊരു പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരാനും രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുമുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗോവധത്തിനോട് ഇവർക്ക് വേറെ വലിയ വിരോധമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരാദ്യം കീറിയെറിയേണ്ടത് ഇവിടുത്തെ വേദങ്ങളും പുരാണങ്ങളും ഒക്കെയാണ്. ആദ്യം തല്ലേണ്ടത് ഇന്ദ്രനെയാണ്, ദേവേന്ദ്രനെ. എന്ന് മാത്രമല്ല, ശബ്ദധാരാവലിയിൽ ഉത്തമനായ ബ്രാഹ്മണൻ ആരാണ് എന്ന ചോദ്യത്തിന് ഗോമാംസം ഭക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഉത്തമനായ ബ്രാഹ്മണന്മാരെ മുഴുവൻ തല്ലേണ്ടി വരും ഈ ഗോമാംസത്തോട് നിരോധനം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശശികല ടീച്ചർ നേരത്തെ വളരെ വികാരപരമായി പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ ഇന്ന് അധ്യാപിക, കോളേജ് അധ്യാപിക പറഞ്ഞ വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. നാളെ ഇവർ സ്ത്രീകൾ അശുദ്ധകളാണ് എന്ന് പറഞ്ഞ് ഈ കോളേജുകളിലേക്ക് വരണ്ട എന്ന് പറയില്ലേ? നാളെ അമുസ്ലിങ്ങൾ പ്രവേശിക്കണ്ട എന്ന് പറയില്ലേ? എന്താ ഈ വിദ്യാലയങ്ങൾ ക്ഷേത്രങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ നാളെ എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ശശികല ടീച്ചർക്ക് എത്ര ദിവസം സ്കൂളിൽ പോകാൻ കഴിയും ഒരു മാസം? അപ്പോൾ ഇങ്ങനെ കൃത്യമായി മനുഷ്യവിരുദ്ധമായ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാത്ത രണ്ട് കാര്യങ്ങൾക്ക് ശ്രീമതി ശശികല ടീച്ചർ വളരെ വേഗത്തിൽ ഉത്തരം പറയണം. എനിക്ക് ചർച്ച പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണ്. ഒന്ന്, ദേവേന്ദ്രൻ ഗോമാംസം കഴിച്ചിരുന്നു, സോമരസവും ഗോമാംസവും കഴിച്ചിരുന്നു എന്ന് പറയുന്ന ആദ്യത്തെ ആളല്ല PM മനോജ്. രണ്ട്, നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതിൻ്റെ തുടർച്ചയായി ശ്രീ PM മനോജ് പറയുന്നു, അശുദ്ധിയുള്ള ദിവസങ്ങളിൽ ഈ കോളേജിലേക്ക് പെൺകുട്ടികൾക്ക് പോകാനാകില്ലേ? ഇവിടെ വേദങ്ങളിൽ എന്ത് പറഞ്ഞു കേൾക്കാമോ?
വേദങ്ങളിൽ എന്തു പറഞ്ഞു എന്നുള്ളത് ചർച്ച നടത്താനുള്ള ഒരു സമയവും സന്ദർഭവും അല്ല ഇത്. വേദങ്ങളിൽ പുറമേ കാണുന്ന സാമാന്യ അർത്ഥമല്ല ഉള്ളത് എന്നുള്ളത് വേദങ്ങളെ പറ്റി പഠിക്കുന്നവർക്കറിയാം. പുറമേ കാണുന്ന ഒരു അർത്ഥമല്ല വേദങ്ങളിലെ ഓരോ വാക്കുകൾക്കും അതേപോലെ തന്നെ ഓരോ ശ്ലോകങ്ങൾക്കും ഉള്ളത് എന്ന്. അതൊക്കെ നമ്മൾ സന്ദർഭാനുസരണം എടുത്ത് നമുക്ക് എങ്ങനെയാണോ അതിനെ അപനിർമ്മിക്കേണ്ടത് ആ രൂപത്തിൽ എടുക്കുകയാണ്. ഇനി വേദങ്ങളിൽ എന്തു പറഞ്ഞു, ഇതിഹാസങ്ങളിൽ എന്തു പറഞ്ഞു എന്ന് നോക്കിക്കൊണ്ടല്ല ഹൈന്ദവ സംഘടനകൾ സംസാരിക്കുന്നത്. ഈ രാഷ്ട്രത്തിന് യോജിച്ചത് എന്ത് എന്ന് നോക്കിക്കൊണ്ടാണ്. അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ വേദങ്ങൾ ശാശ്വതമായ സത്യങ്ങളാണെങ്കിലും നമ്മുടെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ചാണ്. ഇവിടെ ഗോമാംസം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞതിന് അത് ഈ ചർച്ചയിൽ നമുക്ക് സമയമില്ല. അതിന് സാമ്പത്തികമായും ഇവിടുത്തെ കാർഷിക വൃത്തിയുമായും ഒക്കെ ഒരു ബന്ധമുണ്ട്. ആ നിലയ്ക്കാണ് ഇതിപ്പോ നമ്മൾ എങ്ങനെയാണോ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കിയത് ആ നിലയിൽ ഇവിടുത്തെ കാർഷിക വൃത്തിയോടൊപ്പം ഇവിടുത്തെ മറ്റേ ഗോസമ്പത്തും നിലനിർത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതല്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളം. കാർഷിക വൃത്തി നമ്മുടെ എക്കണോമിയൊക്കെ ബന്ധപ്പെട്ടാണ് ഗോവധ നിരോധനം ഇവിടെ ആസൂത്രണം ചെയ്തത് എങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി. അല്ലെങ്കിൽ അത് ആ ഒരു തലത്തിലാണ് എന്തിനും ഒരു ടീച്ചർ നേരത്തെ പറഞ്ഞതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. കാളകളെ വേറെ എന്ത് ചെയ്യും? നമ്മളിപ്പോ പശുമാംസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ശരി, നമുക്കത് പാല് കറക്കാൻ ഉപകരിക്കും. പക്ഷേ കാളകളെ എന്ത് ചെയ്യും? നോക്കുക, കാളകളെ എന്താണ് ചെയ്യുന്നത് എന്ന് ഉത്തരേന്ത്യയിൽ ചെന്ന് നോക്കിയാൽ മതി. അവിടെ വളരെ ഭംഗിയായി സാമ്പത്തികമായി അവയെ മുതലാക്കാൻ, കാരണം ഗോശാലകൾ നിർമ്മിച്ചുകൊണ്ട് അതിൽ നിന്ന് ബഹുവിധമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിന് ഉത്തരേന്ത്യയിൽ ചെന്ന് നോക്കണം. നമ്മൾ എന്തും ഇവിടെ ഇരുന്നു കൊണ്ടാണ് കാണുന്നത്. ഇപ്പൊ ആ വധത്തെ പോലും കൃത്യമായി അറിയാൻ ഒരു പത്രപ്രവർത്തകനും താല്പര്യമില്ല. എന്താണ് അവിടെ നടന്നത്? ഇതിനെ സാമ്പത്തിക വിഷയമായും ഒപ്പം തന്നെ കാർഷിക വൃത്തിയുമായും ബന്ധിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും എന്ന് തോന്നുന്നു. ഈ ചർച്ചയിൽ താങ്കളുടെ നിരീക്ഷണം ഈ ഘട്ടത്തിലെത്തുമ്പോൾ? തീർച്ചയായും രണ്ട് കാര്യങ്ങളിവിടെ പറയേണ്ടതുണ്ട്. ശശികല ടീച്ചർ എനിക്ക് വളരെ ബഹുമാനത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. ആ രാത്രിയിൽ ഒരു മുസ്ലിം കൊല്ലപ്പെട്ടതിൽ ഒരു ദുഃഖവും പ്രകടിപ്പിക്കുന്നില്ല. കൊല്ലപ്പെടേണ്ടതായിരുന്നു എന്ന വിധത്തിൽ സംസാരിക്കുന്നത് അപകടകരമാണ്, ഭയം ജനിപ്പിക്കുന്നതാണ്, വിനാശകരമാണ്, ദുഃഖകരമാണ്. രണ്ടാമത്തെ കാര്യം, മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളും പശുവരച്ച് കിടക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ ചത്ത പശുക്കളുടെയും കാളകളുടെയും ശവം കൊണ്ടുപോയ ഒരു പാവപ്പെട്ട ഹിന്ദുവിനെയാണ് ലോറി പിരിച്ചു നിർത്തി ഹിന്ദു വർഗീയവാദികൾ തല്ലിക്കൊന്നത്. ഒരേ ഒരു കൊല്ലമായിട്ടുള്ളൂ. അങ്ങനെ ആരെയും കൊല്ലാം. പശുവിൻ്റെ മാംസം കൊണ്ടുപോയാൽ, പശുവിൻ്റെ ശരീരം കൊണ്ടുപോയാൽ, കാളയുടെ ശവം കൊണ്ടുപോയാൽ ആരെയും കൊല്ലാമെന്നും ആ കൊല്ലുന്നത് ശരിയാണെന്നും നീതീകരിക്കുന്നത് എത്രമാത്രം അപകടകരമാണ്, എത്രമാത്രം വിനാശകരമാണ് എന്ന് ശശികല ടീച്ചറിനെ പോലുള്ളവർ ചിന്തിക്കണമെന്ന് വളരെ വേദനയോടെ പറയുകയാണ്. തുടരുക. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശരിയാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു. ബി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിനെ അനുകൂലിക്കുന്നു. ബി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിനെ അനുകൂലിച്ച ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗിൻ്റെ നിലപാട് 29 സംസ്ഥാനങ്ങളിൽ കൗസ്ലോട്ടർ ഗോവധം നിരോധിച്ചത് 24 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. കോൺഗ്രസ് ഭരണകാലത്താണ് അങ്ങനെയുള്ള നിരോധനം ഏർപ്പെടുത്തിയത്, BJP ഭരണകാലത്തല്ല. മാത്രമല്ല രാജ്യമെമ്പാടും ഗോവധ നിരോധനം വേണം എന്നാണ് ദിഗ്വിജയ് സിംഗിൻ്റെ നിലപാടെന്ന് മാത്രമല്ല മുഗൾ ഭരണകാലത്തു പോലും ഗോവധ നിരോധനം ഏർപ്പാടാക്കി ഹിന്ദു വികാരത്തെ ആ രാജാക്കന്മാർ മുഖവിലക്കെടുത്തിരുന്നു. അപ്പോൾ സമാനമായ വിധത്തിൽ ഇന്ത്യയിലും അത്തരത്തിലുള്ള നയങ്ങൾ വേണം എന്ന് കോൺഗ്രസിന് തന്നെ അഭിപ്രായമുണ്ട്. നികേഷെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഗോവധ നിരോധനത്തെക്കുറിച്ചല്ലല്ലോ. തൃശ്ശൂർ കേരളവർമ്മ കോളേജിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന ഗവൺമെന്റ്, ഇത് ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഈ തീരുമാനമെടുക്കാം. കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ദിഗ്വിജയ് സിംഗ് പല കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് AICC പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ ഓരോ വ്യക്തികൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയുടെ അഭിപ്രായ പ്രകടനമാണെന്ന് പറയരുത്. കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെന്തിനാ ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ശശികല ടീച്ചർ പറഞ്ഞു, പിന്നെ മാനേജ്മെന്റിന് ചില തീരുമാനങ്ങൾക്ക് ആവശ്യമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാത്തത് കൊണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ് ടീച്ചറുടെ ഈ അറിവിനെ ഞാൻ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ പറയാം, ടീച്ചർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാവുന്ന. കാരണം
ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തൃശ്ശൂർ DCCയുടെ പ്രസിഡന്റായ ശ്രീ ഭാസ്കരൻ നായരാണ്. ദേവസ്വം ബോർഡാണ് ഈ മാനേജ്മെന്റ്. ആ ദേവസ്വം ബോർഡിനെ നിയമിച്ചത് ഞങ്ങളുടെ ഗവൺമെന്റാണ്. അപ്പൊ സ്വാഭാവികമായി ആ മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങളും ചില കാര്യങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ശശികല ടീച്ചർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അധ്യാപികയായി പോയതുകൊണ്ട് എല്ലാം അറിയണമെന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി. ടാക്സിക്കാരിലാണ് യാത്ര പോയത്. അപ്പൊ ആ ടാക്സിയുടെ ഡ്രൈവർ പറഞ്ഞു, സാറേ ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒന്ന് ഇട്ട് തരാം. കേൾപ്പിച്ചു. ഞാനിവരുടെ പ്രസംഗം കേട്ടു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം വാതരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം. ഞാനൊക്കെ ധരിച്ചു വരുന്നത് ഈ മദനിയാണ് ഏറ്റവും തീവ്രവാദമായി പ്രസംഗം നടത്തുന്ന ഒരാളെന്നാണ്. പക്ഷേ ഒരു മതേതര രാജ്യത്തിൽ ഈ ടീച്ചറുടെ പ്രസംഗമൊക്കെ ഒരു മതേതര രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നേ ഈ ടീച്ചറെ പറഞ്ഞു വിടുമായിരുന്നു. കാരണം ഞാൻ നികേഷിനെ വെല്ലുവിളിക്കുന്നു, ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ഈ ടീച്ചറോട് പറയുന്നു, ഇത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു നാടാണ്. മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഒരു മതേതരാഷ്ട്രമായി മാറിയ രാജ്യമാണ് ഈ രാജ്യം. ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ. ടീച്ചറ് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ്, അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആളാണ്. അല്ലാതെ അവരുടെ ശിരകളിലേക്ക് വർഗീയ രക്തം കുത്തിവെക്കേണ്ട ഒരു അധ്യാപികയല്ല നിങ്ങൾ. അതുകൂടെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ഒരു കൂറും വിധേയത്വവും പ്രതിബദ്ധതയും വേണ്ടേ? അല്ലാതെ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി ഒരു ടീച്ചർ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഹൈന്ദവവൽക്കരണം നടത്തുന്നത് മര്യാദയാണോ എന്ന് അതിന് മറുപടി പറഞ്ഞ് ടീച്ചർ അവസാനിപ്പിക്കാൻ നമുക്ക് ചർച്ച. കൽബുർഗിയെയും ധബോൽക്കറെയും അതുപോലെ പൻസാരയെയും ഒക്കെ വധിച്ചത് ഉണ്ണിത്താന്റെ വാക്കുകൾക്ക് മറുപടി പറയാനുള്ള സംസ്കാരം എനിക്കില്ല. ഉണ്ണിത്താൻ പഠിച്ച കോളേജിലല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു രാഷ്ട്രീയക്കാർ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദ ഉണ്ണിത്താന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ നേതാവായി പോയി എന്നുള്ളതുകൊണ്ട് എന്തും പറയാം എന്ന് ധരിക്കരുത്. രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ ഒരു ചെറിയൊരു കാര്യം മാത്രം, ദേവസ്വം ബോർഡ് ഉണ്ണിത്താന്റെയോ ഉണ്ണിത്താന്റെ പാർട്ടിയുടേതോ അല്ല, ഹിന്ദുക്കളുടേതാണ്. ദേവസ്വം ബോർഡ് ഉണ്ണിത്താന്റെ അല്ല, ഉണ്ണിത്താന്റെ പാർട്ടിയുടെ അല്ല. പ്രധാനപ്പെട്ട കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതും ഈ ചർച്ചയിലുള്ള പൊതുവികാരവും ഈ രാജ്യത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നോ ഉയർന്നു വരുന്ന ചെറുതാണെങ്കിലുമുള്ള പ്രതികരണം, നിങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമായല്ല ഈ രാജ്യമെന്നും ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട് എന്നും അത് ആ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തയ്യാറാക്കിയ അനുശാസിക്കുന്ന മാർഗങ്ങളിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നും നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, നിങ്ങൾക്ക് അധീശത്വമുണ്ട് എന്ന് വെച്ച് രാജ്യത്തെ ന്യൂനപക്ഷത്തെ രണ്ടാം പൗരന്മാരാക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളെ എതിർക്കുന്നവർക്കോ നിങ്ങൾക്ക് എതിർപ്പ് തോന്നുന്ന വിഷയങ്ങളിലോ വെടിവെച്ച് കൊല്ലുന്നതും എങ്ങനെ നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയും? അത് എതിർക്കപ്പെടില്ലേ, വിമർശിക്കപ്പെടില്ലേ? അല്ല, എന്നെ പറ്റി ഇത്രയും ആക്ഷേപം പറഞ്ഞ സ്ഥിതിക്ക് അത് തിരുത്താൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനുള്ള അവസരം തരണം. അല്ലാതെ ഇവിടെ ഇരുത്തുന്നാൽ അർത്ഥമില്ല. ഈ ചർച്ച റിപ്പോർട്ടർ ചാനൽ സംഘടിപ്പിച്ചത് എന്റെ പ്രസംഗത്തെ വിലയിരുത്താനല്ല. ഇവിടെ ടീച്ചർക്ക് പറയാം എത്ര സമയം വേണമെങ്കിലും എടുത്ത് മറുപടി ശരിക്കും റിപ്പോർട്ടർ ചാനൽ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമാണ്. വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമാണ് ഈ സംഭവം ഉണ്ടായത്. എന്റെ പ്രസംഗത്തെ വിലയിരുത്താനോ എന്റെ അധ്യാപനത്തെ വിലയിരുത്താനോ അല്ല ബഹുമാനപ്പെട്ട ഉണ്ണിത്താനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്. ഉണ്ണിത്താന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജോലിക്കാരിയുമല്ല ഞാൻ. ഇവിടുത്തെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടൊരു മിനിമം മര്യാദ. ഉണ്ണിത്താൻ എന്തും പറയാം, പക്ഷെ മുന്നിൽ ഇരിക്കുന്നവരെ പരിഗണിക്കേണ്ടതായിരുന്നു. അപ്പൊ ഒരിക്കൽ കൂടി പറഞ്ഞു, ദേവസ്വം ബോർഡ് ഉണ്ണിത്താന്റെ സ്വകാര്യ സ്വത്തല്ല, കോൺഗ്രസിന്റെ സ്വകാര്യ സ്വത്തുമല്ല, അത് ഹിന്ദുവിന്റേതാണ്. അല്ല, ടീച്ചർക്ക് അതിന് മറുപടി പറയാനുള്ള അവസരം നൽകുന്നു, അതില്ല എന്ന് പിന്നെ പറയരുത്. കാരണം ടീച്ചർ വർഗീയ വിഷം പടർത്തുന്നു എന്നുള്ളതാണ് മറുപടി പറഞ്ഞത്. ഈ വിഷയത്തെ പറ്റിയല്ല ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞത്. റിപ്പോർട്ടർ ചാനലിന് ഇതിൽ അപലപിക്കാൻ സാധിക്കണം. ഉണ്ണിത്താൻ പറഞ്ഞത് കേരളവർമ്മ കോളേജിലെ വിഷയമല്ല. ഉണ്ണിത്താൻ പറഞ്ഞത് ശശികലയുടെ പ്രസംഗമാണ്. ഉണ്ണിത്താൻ പറഞ്ഞത് ശശികലയുടെ ജോലിയാണ്. പറഞ്ഞത് കേരളവർമ്മ കോളേജിലെ വിഷയമല്ല. ഞാനിവിടെ പൊതു അങ്ങാടിയിൽ നിന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. കേസെടുക്കാമല്ലോ, അറസ്റ്റ് ചെയ്യാമല്ലോ. പറഞ്ഞത് തെറ്റാണെങ്കിൽ അറസ്റ്റ് ചെയ്യാമല്ലോ. വ്യക്തിപരമായി അപമാനിക്കലാണോ അതിനുള്ള പരിഹാരം?
അല്ല, വ്യക്തിപരമായ അപമാനിക്കലല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ടീച്ചർ. ശശികല ടീച്ചർ പറയുന്നത് വർഗീയമാണ് എന്നാണ് പറഞ്ഞത്. ശശികല ടീച്ചറുടെ ഒരു വീട്ടുകാര്യമോ അല്ലെങ്കിൽ ശശികല ടീച്ചറുടെ വ്യക്തിത്വമോ ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞിട്ടില്ല. ഉണ്ണിത്താൻ ഇത്തരത്തിൽ പറഞ്ഞാൽ ഞാൻ സമാധാനിക്കും. ഇന്നത്തെ നിങ്ങളുടെ വാർത്താ ഈ ന്യൂസ് അവറിൽ നിങ്ങൾ ശശികല ടീച്ചർ വർഗീയവാദി ആണോ അല്ലയോ എന്നാണോ സംസാരം? അതാണോ തർക്കം? ഇവിടെ സംഘപരിവാർ സംഘടനകൾ കൊണ്ടു നടക്കുന്ന വർഗീയവാദം, ആ വർഗീയവാദമാണ് നമ്മുടെ പൊതുവിഷയം. അല്ലല്ലല്ല, സംഘപരിവാർ സംഘടനകളുടെ വർഗീയ നിലപാടുകൾ, ആ വർഗീയ നിലപാടുകളാണ് ഇവിടെ വിഷയം. ശശികല ടീച്ചർക്ക് അവരുടെ പറയാം, അതാണ് ഇരട്ടത്താപ്പ്. വർഗീയ ഏത് നിലപാടുകൾ എന്ന് പറയാമല്ലോ, പൊതുവായ ഒരു പ്രസംഗത്തെ ആക്ഷേപിക്കാനാണ് അവിടെ എത്തിയത്. വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല ശ്രീമതി ശശികല ടീച്ചർ. ശ്രീ രാജ്മോഹനോട് ഒരു വാചകത്തിൽ താങ്കൾ വ്യക്തിപരമായ ശശികല ടീച്ചറെ അധിക്ഷേപിക്കരുത്, അല്ലെങ്കിൽ അവരുടെ നിലപാടിനെ താങ്കൾക്ക് വിമർശിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ശശികല ടീച്ചർ നടത്തിയ പ്രസംഗങ്ങളുടെ കാസറ്റിന്റെ സംപ്രേഷണം റിപ്പോർട്ടർ ചാനൽ നടത്തിയിട്ട് നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്, നമുക്ക് വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയുണ്ട്, അതനുസൃതമായ പ്രസംഗമാണോ ആ അധ്യാപിക നടത്തിയിട്ടുള്ളത് നോക്കണം. ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുന്നു. അവരൊരു ടീച്ചറാണ്, വിദ്യാർത്ഥികളെ നല്ല വധിക്ക് ഉപദേശിക്കുന്നവരാണ്, ഇന്ത്യയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അംഗീകരിച്ച് പറഞ്ഞാൽ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കലാണോ? അതുകൊണ്ട് ഞാൻ നേരത്തെ ശ്രീ പി എം മനോജിനോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക മനോഭാവം, ഒരു സംസ്കാരം മതി, ഒരു വേഷം മതി, ഒരു ഭക്ഷണം മതി, അല്ലെങ്കിൽ തല്ലിക്കൊല്ലും, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവനെ വെടിവെച്ചു കൊല്ലും എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് സാധാരണഗതിയിൽ നമുക്ക് ആശങ്ക ഉണ്ടാകാറുണ്ട്. ചെറിയ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇത് ഒറ്റപ്പെട്ടതല്ല. ഒരേപോലുള്ള ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ, ഉത്തർപ്രദേശിൽ, രാജ്യ തലസ്ഥാനത്ത് ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് വിനാശകരമായ ഒരു ഭാവിയെയാണ് വിരൽ ചൂണ്ടുന്നത്. അതെ, മനുഷ്യന്റെ ജീവനും അന്തസ്സിനും ഒരു വിലയില്ല. ഇവിടെ ജാതി, മതം, അധികാരം, പണം തുടങ്ങിയുള്ള കാര്യങ്ങൾക്കേ വിലയുള്ളൂ എന്ന് വരുന്നത് നമ്മുടെ സംസ്കാരത്തിന് അവമാനമാണ്. നമ്മുടെ ഭാവി ഇരുളടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതേതര രാഷ്ട്രം ഒരു മതരാഷ്ട്രമായി തരം കെടാൻ പോവുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായിരുന്നത് മതേതര രാഷ്ട്രമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെക്കാൾ എത്രയോ ചെറിയ രാഷ്ട്രമാണ്. നമ്മൾ കഴിഞ്ഞ 10-65 കൊല്ലം മതേതര രാഷ്ട്രമായിരുന്നത് മതരാഷ്ട്രമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനെപ്പറ്റി യാതൊരു സംശയമില്ല. ഇത് ജനാധിപത്യത്തിൽ നിന്ന് ഫാസത്തിലേക്കുള്ള വളരെ അപകടം പിടിച്ചൊരു പോക്കാണ്. നമ്മളിപ്പോൾ ആളിൽ മുഴുവൻ സംസാരിക്കുന്നത് വെറുപ്പിനെ പറ്റിയാണ്, അകലത്തെ പറ്റിയാണ്, ഹിംസയെ പറ്റിയാണ്, പരസ്പരം കൊല്ലുന്നതിനെയും തല്ലുന്നതിനെയും പറ്റിയാണ്. ഇത് ജനാധിപത്യമാണ് എന്നോ മതേതരത്വമാണ് എന്നോ ദേശീയതയാണ് എന്നോ സംസ്കാരമാണ് എന്നോ ആലോചനയുള്ള ആർക്കും പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഇവിടെ മതത്തിൻ്റെ പേരിൽ വിഭിന്ന വിഭാഗങ്ങൾ അക്രമം കാണിക്കുന്നുണ്ട്. അത് ഭാരതീയ സംസ്കാരത്തിന്റെ പേരിൽ ന്യായീകരിക്കാൻ വരുന്നത് വലിയ കഷ്ടമാണ്. ഭാർഗവറാം ബ്രഹ്മചാരി, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ, MA ബേബി, CPM പോളിറ്റ് ബ്യൂറോ അംഗം, ഇറ്റ് ഈസ് അവറിൽ പങ്കെടുത്തതിന് നന്ദി.